ആ താര വന്നോ? രമണി, താരമോൾക്ക് പാലെടുത്ത് വെക്കേ. ഞാനന്നൊരു ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഞങ്ങളുടെ വീട്ടിൽ സാമ്പത്തികമായി ഇത്തിരി മോശം ഈ ബ്രദറാ. അതുകൊണ്ട് അവന്റെ മോന് ഈ ജോലി കിട്ടിയ അതൊരു വലിയ സഹായമാവും. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. നാളെ വിളിക്കുമ്പോ ഒന്നുകൂടെ പറയാം. ഓ, ഗുഡ് നൈറ്റ് സിസ്റ്റർ. ഗുഡ് നൈറ്റ്. ഭരതത്തിലെ മോഹൻലാലിന്റെ പെർഫോമൻസ് എന്തായിരുന്നു? അങ്ങനെയൊന്നും പറയണ്ട. അമരത്തിലെ മമ്മൂട്ടി എന്താ മോശമായിരുന്നോ? മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും വേഗം ഒന്ന് പോയേ. വൈകുന്നേരം മുഴുവൻ കറങ്ങേണ്ടി ആവും. നല്ല ക്ഷീണം, ഉറക്കം വന്നിട്ട് വയ്യ. അല്ലെങ്കിൽ തന്നെ 9 മണി കഴിഞ്ഞാൽ നിന്റെ കണ്ണെന്നാ നേരെ നിന്നിട്ടുള്ളേ. ഒന്ന് പോയേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എത്ര സുന്ദരിമാരുടെ പാദങ്ങൾ പതിഞ്ഞ പടിയാ. അങ്ങനെ എന്റെ ഒരു സ്വപ്നം സഫലമായി. എന്റെ അമ്മോ, എന്തൊരു സ്ട്രക്ചറിന്റെ അളിയാ. വൃത്തികെട്ടവനെ, വർഗശത്രുവിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നോളാം. ഒന്ന് പൊക്കണം. എന്തൊരു വെയിറ്റ്. ഭരണപക്ഷത്തെ കരുത്തനായ MLA മകളല്ലേ, എങ്ങനെ വെയിറ്റ് കാണാതിരിക്കും? എന്റെ അമ്മോ. താരേ, താരേ, എന്താ കുട്ടി ഇത്? ഞാനാണിത് ചെയ്തത് എന്നുള്ളതിന് തെളിവൊന്നുമില്ലല്ലോ. ഉണ്ടോ? അപ്പ പിന്നെ അന്ന് താരയുടെ സതീഷിന്റെയും പേര് വിഴുങ്ങിയ പോലെ അച്ഛൻ ഇതും വെള്ളം ചേർക്കാണെങ്കിൽ വിഴുങ്ങിക്കും. പക്ഷേ സുഖു, തിരക്ക് കൂട്ടണ്ടച്ചോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. കൂടുതൽ എന്തെങ്കിലും ചോദിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ആളെ അയച്ചാൽ മതി. ഞാൻ ഗ്രൗണ്ടിനടുത്തുണ്ടാവും. കൊടികളുടെ എണ്ണത്തിലോ പ്ലക്കാർഡുകളിലോ അല്ല കാര്യം. നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനോടുള്ള ആവേശവും അതിന്റെ കരുത്തും. അതാണ് നാളെ കളക്ടറേറ്റിന് മുന്നിൽ കാണേണ്ടത്. ഗുരുകുല സമ്പ്രദായത്തിൽ ശിഷ്യഗണങ്ങൾ ഗുരുക്കന്മാരുടെ കൂടെ താമസിച്ച് വിദ്യ അഭ്യസിക്കാറുണ്ടെന്ന് കേട്ടിട്ടേ ഉള്ളൂ. പാരമ്പര്യത്തിൽ നിന്ന് ആർജവം ഉൾക്കൊണ്ട് എന്റെ ക്ലാസ്സിലെ ഒരു പെൺകുട്ടി ഇന്നലെ രാത്രി കോളേജിൽ അന്തി ഉറങ്ങിന്ന് കേട്ടപ്പോ എന്റെ സകല രോമങ്ങളും ഇതാ കണ്ടില്ലേ, പെടച്ചുപോയി. നേരിട്ട് കണ്ട് അഭിനന്ദനം അറിയിക്കാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. സാറിന് കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓഹോ, പ്രിൻസിപ്പളിനോട് നീ എന്താ പറഞ്ഞേ? തെളിവില്ലാന്നോ? കേരള പോലീസിന്റെ 3-ാം മുറിയുടെ സുഖം മോൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. എന്റെ അച്ഛനോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ SFKക്ക് 6 അടി നീളത്തിൽ ഒരു രക്തസാക്ഷിയെ കൂടി കിട്ടിയേനെ. പിന്നെ ഈ ഇഷ്യൂ പുറത്തറിഞ്ഞ കോളേജിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്ന് മേട്രനും പ്രിൻസിപ്പളൊക്കെ കരഞ്ഞു പറഞ്ഞതുകൊണ്ടാ. നീ ജയിച്ചു എന്ന് കരുതണ്ട. അഹങ്കാരത്തിന്റെ ഈ ചിരി അധികാലം ഈ മുഖത്തുണ്ടാവില്ല. താരയാ പറയുന്നേ, ഓർത്തോ. അല്ല, അതെ താരാ, ഒന്ന് നിന്നേ. ദേഷ്യപ്പെടുകയല്ല, ശരിക്കും താൻ എന്നോട് നന്ദി പറയാണ് വേണ്ടത്. ഹോസ്റ്റലിൽ നിന്ന് എടുത്തോണ്ട് വന്നുവെന്ന് മാത്രമല്ല, കോളേജ് തുറന്ന് രാവിലെ ആദ്യത്തെ സ്റ്റുഡന്റ് വരുന്നവരെ തന്റെ മോഹന നിദ്രയ്ക്ക് കാവലിരിക്കുകയും ചെയ്തു. തടി കുറയ്ക്കണോട്ടോ. എന്തൊരു മുടിഞ്ഞ ഭാര. പിന്നെ കൂർക്കം വലി ഉള്ളതുകൊണ്ട് ഉറങ്ങാതിരിക്കാൻ പറ്റി. പട്ടയടിച്ചിട്ട് നമ്മുടെ പഴന്തുണി കൂർക്കം വലിക്കുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു പെണ്ണ് കൂർക്കം വലിക്കുന്നത് ആദ്യമായിട്ട് കേൾക്കുക. ഇന്നലെ രാത്രി ഞങ്ങൾ മുറി വന്നപ്പോ എന്തായിരുന്നു കിടപ്പ്. അത് കണ്ട് ഇവന്മാരൊക്കെ വയലന്റ് ആവുമെന്ന് ഞാനൊന്ന് പേടിച്ചു. പിന്നെ ഞാനാണൊരു പുതപ്പെടുത്ത് കണ്ണുകൊണ്ടുള്ള ഇവന്മാരുടെ ലീലാവിലാസങ്ങളൊക്കെ അവസാനിപ്പിച്ചു. അല്ല, അവന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ രാത്രി മുഴുവൻ ഈ സൗന്ദര്യ സമ്പത്തിന് കാവലിരുന്നപ്പോ എന്റെ മനസ്സ് പോലും എത്ര തവണ പതറിപ്പോയെന്നറിയാവോ? അതെ, അച്ഛനോട് പറഞ്ഞ പോലീസുകാർ വരും, അവരുടെ പുറകെ പത്രക്കാരും.
അവരെന്നെ കൊണ്ട് ഈ ഡീറ്റെയിൽസ് മുഴുവൻ പറയിച്ച് അത് ഫീച്ചർ ആക്കുകയും ചെയ്യും. പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നിനക്കിട്ടൊരു പണി വെച്ചിട്ടുണ്ടോ? ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, കളക്ടറേറ്റ് മാർച്ച് സിന്ദാബാദ്, സിപിയെ വെട്ടിയ നാടാണ്, സിപിക്ക് പോയത് മൂക്കാണെങ്കിൽ, കരിങ്കാലി മുഖ്യ സൂക്ഷിച്ചോ, തലപോകാതെ സൂക്ഷിച്ചോ, SFK സിന്ദാബാദ്, SFK സിന്ദാബാദ്, കളക്ടറേറ്റ് മാർച്ച് സിന്ദാബാദ്. ആരാ പറഞ്ഞ ക്യാമ്പസിനുള്ളിൽ കിടക്കാൻ? പ്ലീസ്, പോലീസ് പുറത്തു പോകണം. അഞ്ജലി, പോലീസ് അങ്ങോട്ട് പോലെ, പോലീസ് പോലീസ് പോലീസ്. എന്നാ പിന്നെ പോലീസ് അടിക്കണ്ടോ? എന്നെ സമ്മതിച്ചു സതീഷ. അതാടാ ഈ കഞ്ഞിക്കുഴി കണ്ടില്ലേ? പോലീസ് ഇങ്ങോട്ടാ. അയ്യോ, നമുക്കൊന്നും അറിയില്ല. കമ്മീഷണറാക്കാം. അങ്ങോട്ട് പോരുന്നോ? പോലീസ് ഉണ്ട്. അങ്ങോട്ട് പോരുത്. കോളേജിൽ ലൈബ്രറി ഉള്ളതിന്റെ പ്രയോജനം ഇപ്പഴാ മനസ്സിലായി. മുരളി, മുരളി സാർ, മുരളി. സാർ, தெரியலையா? அப்புறம் ஏன் இன்ஹேலர் எடுக்காம வந்தது? எப்போ நான் சொல்லது இல்லையா? லட்சுமி, அப்ப ஓகே தானே? ஏன் சண்டை போடுறேன்? கண்ணா, நீ ஓகே தானடா? ஓகே தானே? அவன் ஓகே தான், ஓகே தான். ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ അക്രമം കാണിക്കുന്നത്? പിള്ളാര് പോലീസിനെ കല്ലെറിഞ്ഞ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് അവനെ കിട്ടിയാൽ മതി, SFKയുടെ നേതാവിനെ. ദാറ്റ് ഈസ് യുവർ ബ്ലഡി ബിസിനസ്. നിങ്ങളും സമരക്കാരും തമ്മിലുള്ള ഇഷ്യൂ. അതിന്റെ പേരിൽ കോളേജിനകത്ത് കയറാനും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും തലിച്ചടയ്ക്കാനും ആരാ നിങ്ങൾക്ക് ലൈസൻസ് തന്നു? പോലീസുകാരിൽ പഠിപ്പുള്ളവരില്ലയോ സാറേ? ലെക്ചർക്ക് കോളേജിൽ എന്നതാ കാര്യവും ചോദിച്ചായിരുന്നു അടി. സോറി സർ. നോ മോർ അപ്പോളജീസ്. നിങ്ങൾ ഇപ്പൊ ഈ ക്യാമ്പസ് വിട്ട് പോകണം. ഇറ്റ്സ് മൈ ഓർഡർ. ദേവസി, ക്ലാസ് റൂം ഒക്കെ പൂട്ട്. You better get up and disperse. Come on. ചന്ദ്ര, എഴുന്നേക്ക്.